റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃശ്ശൂരിലെ ഒരു ആൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ട്. തൃക്കൂറിലെ സന്ദീപാണ് മരിച്ചത്. ഇന്ത്യൻ എംബസി ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഏത് രാജ്യത്ത് എന്ത് നടന്നാലും അതിൽ കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ. എസ്കെൻ അത്തരത്തിൽ തന്നെയാണ്. ഈ റഷ്യൻ സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ സ്വദേശി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ചുള്ള വിവരം കുടുംബത്തിന് ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ റഷ്യൻ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തൃക്കൂർ സ്വദേശിയായിട്ടുള്ള സന്ദീപ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മലയാളി അസോസിയേഷന്റെ അടക്കം ഭാരവാഹികൾ ഈ സന്ദീപിനെ തിരിച്ചറിഞ്ഞു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. പക്ഷേ ഈ ശനിയും ഞായറും എംബസി അവധിയായതുകൊണ്ട് തന്നെ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബത്തിന് ഇത് സംബന്ധിച്ചിപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. റെസ്റ്റോറൻറ്റിലെ ജോലിക്കായിട്ടാണ് കഴിഞ്ഞ ഏപ്രിലിൽ സന്ദീപ് ഈ റഷ്യയിലേക്ക് തിരിക്കുന്നത്. അവിടെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജോലി ലഭിച്ചു എന്നുള്ളതായിരുന്നു കുടുംബത്തോട് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ സന്ദീപ് സൈന്യത്തിൽ ചേരുന്നത്. റഷ്യൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി സൈന്യത്തിൽ ചേരുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ റഷ്യൻ സൈന്യത്തിന്റെ പെട്രോളിംഗ് നടക്കുന്നതിനിടയിലാണ് ഈ പെട്രോളിംഗ് സംഘത്തിന് നേരെ ഷെല്ലാക്രമണം ഉണ്ടാകുന്നതും സന്ദീപ് കൊല്ലപ്പെടുന്നതും. എന്തായാലും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതായും ഇന്ത്യൻ എംബസി ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വിജയൻ എസ് കെ. ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ, കുറച്ച് വൈകിപ്പോയി. നാളെയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അച്ഛനെ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റും. ഇപ്പോൾ കയറിക്കോളൂ എന്തായാലും കേട്ടോ. അരുൺ മോഹൻ പറയുന്നു, ഗുഡ് മോർണിംഗ്. മാർഫൻ സിൻഡ്രോം എന്ന അസുഖം ബാധിച്ച ജീവിതം വീൽ ചെയറിലാക്കിയ നജീമ എഴുതിയ നക്ഷത്രങ്ങളുടെ താഴ്വരയിൽ എന്ന കവിതാ സമാഹാരം 24ൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. കവിയത്രി സിംന ചേച്ചി വായിച്ചോ? അഭിപ്രായം പറയണമെന്നാണ് പറയുന്നത്. അരുൺമോഹൻ, ആ പുസ്തകം നമ്മുടെ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ആ പുസ്തകം എത്തിക്കഴിഞ്ഞാൽ വിവരം പറയാം.